ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഗൂഢാലോചന കുറ്റം എങ്ങനെ നിലനിൽക്കുമെന്ന് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി. ഗൂഢാലോചന വകുപ്പ് ചുമത്തിയതിൽ അഡീഷണൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടു. അടുത്ത മാസം 3-ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കും. യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻസും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ വാദം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പിന്നെ ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തില്ലെന്ന് കോടതി ചോദിച്ചു. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഗൂഢാലോചന നടത്താൻ പറ്റുമോ? ഗൂഢാലോചന കുറ്റം എങ്ങനെ നിലനിൽക്കുമെന്നും കോടതി ഉന്നയിച്ചു. സർക്കാരാണ് ചോദ്യപേപ്പറിന്റെ കസ്റ്റോഡിയൻ എന്ന് വ്യക്തമാക്കിയ കോടതി ഗൂഢാലോചന വകുപ്പ് ചുമത്തിയതിൽ അധിക റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു. ചോദ്യം പ്രവചിക്കുന്നത് കുറ്റകരമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ചോദ്യങ്ങൾ ചോർത്തിയിട്ടില്ല, പ്രവചിക്കുക മാത്രമാണ് ചെയ്തതെന്നും MS സൊല്യൂഷൻസിനേക്കാൾ പ്രവചനം നടത്തിയവർ വേറെയുണ്ടെന്നുമായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. അതേസമയം ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. 24 കോഴിക്കോട്.